മനസ്സിന്റെ ധൈര്യം ചോർന്നു പോയിട്ട് നിങ്ങൾ തളർന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലോ പ്രശ്നത്തിലോ പെട്ട് നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ആ സമയത്ത് നമ്മുടെ വേദനകളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എന്തുമാത്രം സഹിച്ചെന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കുന്ന വ്യക്തിക്ക് ധൈര്യം ഉണ്ടാകാൻ തുടങ്ങുമെന്നാണ് വചനം പറയുന്നത്. ജീവിതത്തില് ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മളൊരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും നമ്മളെ വേദനിപ്പിക്കുകയും ക്രൂശിക്കുകയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്യാനായിട്ട് പോയില്ല, പക്ഷെ എന്നിട്ടും എന്നെ അകാരണമായിട്ട് തെറ്റിദ്ധരിച്ചു, എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ പരിഹസിച്ചു, അല്ലെങ്കിൽ എന്നോട് മിണ്ടുന്നില്ല. അത് കാണുമ്പോൾ എനിക്ക് വലിയ വിഷമാണ്. ഒരുപക്ഷെ അത് ആങ്ങളെയാകാം, പെങ്ങളാകാം, ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, അപ്പനോ അമ്മായിപ്പനോ അമ്മ ആരും ആകാം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ടും നമ്മളൊന്നും പറയാതിരുന്നിട്ടും അകാരണമായിട്ട് നമ്മളെ പീഡിപ്പിക്കപ്പെടുകയും കുറ്റം ചാർത്തപ്പെടുകയും മറ്റുള്ളവര് പോലെ പരിഹസിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, മനോധൈര്യം നഷ്ടപ്പെട്ട് ജീവിതം തളർന്നു പോകാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ വേദനകളോട് ചേർത്ത് വെക്ക്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ക്രൂശിക്കപ്പെട്ടവന്റെ കുരിശിന്റെ ചോട്ടിലേക്ക് ചേർത്ത് പിടിക്ക്. നീ സമർത്ഥിക്കാനൊന്നും പോകണ്ട, കാലം തെളിയിക്കും. വചനം പറയുകയാണ്, തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ.